നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിൽ ബ്രഹ്മപുത്രയ്ക്ക് നദിക്ക് കുറുകെ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ചൈന. ഇന്ത്യക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു നിർമ്മാണമാണ് ചൈനയുടെ ഈ ഒരു മെഗാ അണക്കെട്ട്. പലപ്പോഴും ഇന്ത്യ അതിനെക്കുറിച്ചിട്ടുള്ള സൂചനകൾ നൽകിയെങ്കിലും ചൈന അതിൽ നിന്ന് പിന്നോക്കം നിന്നില്ല. ഇപ്പോൾ ഇതാ അതിർത്തിയിൽ അണക്കെട്ട് നിർമ്മാണം ചൈന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏകദേശം $167.8 ബില്യൺ, അതായത് ഏകദേശം 14.4 ലക്ഷം കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണിത്. ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയായ യാർലുങ് സാംബോയിൽ നിങ്ചി സിറ്റിയിൽ നടന്ന തറക്കല്ലിടൽ ചടങ്ങിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ് അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചുവെന്നും ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിൽ യാർലുങ് സാംപോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് പുതിയ അണക്കെട്ട് വരുന്നത്. 5 കാസ്കേഡ് ജലവൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. മൊത്തം നിക്ഷേപം ഏകദേശം 1.2 ട്രില്യൺ യുവാൻ, അതായത് ഏകദേശം $167.8 ബില്യൺ ആയിരിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. 2023 ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജലവൈദ്യുതി നിലയം ഓരോ വർഷവും 300 ബില്യൺ കിലോ വാട്ട് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 30 കോടിയിലധികം ആളുകളുടെ വാർഷിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ വൈദ്യുതിയാകും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ചൈന ഔദ്യോഗികമായി സിസാങ് എന്ന് വിളിക്കുന്ന ടിബറ്റിലെ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം പുറമേയുള്ള ഉപഭോഗത്തിനായാണ് പ്രധാനമായും ഇവിടുത്തെ വൈദ്യുതി വിതരണം ചെയ്യുക. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും തുടർന്ന് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നതിനായി ഒരു വലിയ വളവ് തിരിയുന്ന ഒരു ഭീമൻ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഇന്ത്യയും ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങളുമായി ടിബറ്റ് മേഖലയിലെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായും യോജിച്ചു പോകുന്നതാണ് ചൈനയുടെ പുതിയ നീക്കം. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രാഥമികമായും മറ്റ് പ്രദേശങ്ങളിലേക്കും ഉപഭോഗത്തിനായി കൈമാറും. അതോടൊപ്പം ടിബറ്റിലെ പ്രാദേശിക വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിർമ്മാണം പൂർത്തിയായാൽ മധ്യ ചൈനയിലെ യാങ്സി നദിയിലെ റെക്കോർഡ് തകർത്ത 3 ഗോർജസ് അണക്കെട്ടിനേക്കാൾ വലിയ സംവിധാനമായിരിക്കും ഈ അണക്കെട്ട്. കൂടാതെ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. 5 ജലവൈദ്യുതി നിലയങ്ങൾ നിർമ്മിക്കുന്നതാണ് പദ്ധതി. മൊത്തം നിക്ഷേപം ഏകദേശം 1.2 ട്രില്യൺ യുവാൻ ആയിരിക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടിബറ്റിലെ പദ്ധതിയെക്കുറിച്ച് ജാനുവരിയിൽ ചൈനയുടെ ആശങ്ക പ്രകടിപ്പിച്ചതായും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നിരീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുകൾ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ദോഷം വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുതുതായി പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇതിന് പിന്നാലെ പദ്ധതിക്ക് അംഗീകാരം നൽകിയ ഡിസംബറിൽ ബീജിംഗിന്റെ വിദേശകാര്യ മന്ത്രാലയം പദ്ധതി താഴ്വരയിൽ ഒരു പ്രത്യാഘാതവും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ചൈന നദിയുടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നിലനിർത്തുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തിരുന്നു. ഈ ആശങ്കകൾ ഇപ്പോഴും മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ പരിസ്ഥിതി ലോലമായ ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം വൻ പദ്ധതികൾ വരുത്തുന്ന തിരിച്ചടികൾ നികത്താനാവാത്തതാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് മുന്നോട്ട് തന്നെ പോവാനാണ് ചൈനയുടെ തീരുമാനം. മേഖലയിലെ മുഖ്യ എതിരാളി കൂടിയായ ഇന്ത്യക്കുള്ള മുന്നറിയിപ്പ് എന്ന് കൂടി ചിലർ ഇതിനെ വായിച്ചെടുക്കുന്നുണ്ട്. ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ആയിരക്കണക്കിന് കിലോമീറ്റർ അതിർത്തികൾ പങ്കിടുന്നുണ്ട്. അവിടെ പലയിടത്തും കാര്യമായ തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാന ഇടമാണ് അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന മേഖല. ഇവിടെ ഇരുവശത്തും 10,000-കണക്കിന് സൈനികരെ ഇരുകൂട്ടരും വിന്യസിച്ചിട്ടുണ്ട്. ഹിമാലയൻ നിരകളിലൂടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളഞ്ഞൊഴുകുന്ന വൻ മലയിടുക്കിലാണ് പദ്ധതി. അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയുടെ തന്നെ 3 ഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണ് പുതിയ പദ്ധതി. കൂറ്റൻ പദ്ധതി ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്ക ഇന്ത്യ ജനുവരിയിൽ ഉന്നയിച്ചിരുന്നു. ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള ഭാഗങ്ങളിൽ പദ്ധതി ദോഷകരമാകരുതെന്നും പരിശോധനകൾ വേണമെന്നും ഇന്ത്യ ചൈനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ജലവൈദ്യുത പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ബ്രഹ്മപുത്ര നദിയിലെ എല്ലാ പദ്ധതികളും ഇന്ത്യ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ് ഈ പുതിയ അണക്കെട്ട് നിർമ്മാണം. ഡിസംബറിൽ പദ്ധതിക്ക് ചൈനീസ് ഭരണകൂടം അനുമതി നൽകിയിരുന്നു. കാർബൺ ന്യൂട്രാലിറ്റി നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ടിബറ്റിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധി ലക്ഷ്യങ്ങളാണ് ചൈനയുടെ പുതിയ ഡാമിന് പിന്നിലുള്ളത്.
അണക്കെട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രധാനമായും ടിബറ്റ് അടക്കമുള്ള പ്രദേശങ്ങളിലെ ഉപഭോഗത്തിനായി കൈമാറും. നിർമ്മാണം പൂർത്തിയായ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരിക്കും ഇത്. ചൈനയുടെ തന്നെ പടുകൂറ്റൻ അണക്കെട്ടായ ത്രീ ഗോർജസ് ഡാമിനെയും ഇത് കടത്തിവെട്ടുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പദ്ധതിയുടെ മൊത്തം നിക്ഷേപം 1.2 ട്രില്യൺ യുവാൻ ആണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ അതിർത്തിയുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് അണക്കെട്ട് നിർമ്മിക്കുന്നത് പലതരത്തിലുള്ള ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. ബ്രഹ്മപുത്ര നദി അരുണാചലിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും യൂട്ടേൺ പോലെ പിരിയുന്ന കൂറ്റൻ കിടങ്ങ് പ്രദേശത്തായിട്ടാണ് അണക്കെട്ട് വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയ സാധ്യതയേറും. ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് ഗുരുതരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. പദ്ധതിയെക്കുറിച്ച് ഇന്ത്യ പലപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇത് തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ത്യ ചൈനയോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങളിലെ താൽപര്യങ്ങൾക്ക് ഉയർന്ന പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ദോഷം വരുത്തില്ലെന്ന് ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പദ്ധതി യാതൊരു പ്രത്യാഘാതവും ഉണ്ടാക്കില്ലെന്നാണ് ഡിസംബറിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. കൂടാതെ നദിയുടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നിലനിർത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതേസമയം പരിസ്ഥിതി ലോലമായ ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം വൻ പദ്ധതികൾ വരുത്തുന്ന മാറ്റാനാവാത്ത പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിരവധി പരിസ്ഥിതി പ്രവർത്തകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും അതൊക്കെ തന്നെ വകവയ്ക്കാതെയാണ് ഇപ്പോൾ ചൈന മെഗാ ഡാം നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന പ്രതിസന്ധികൾ എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയിലാണ് നമ്മുടെ ഭാരതവും.